ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പുന്നത് വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച തിയേറ്ററോടെത്തിയ ഏറ്റവും പുതിയ മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളുടെ എല്ലാം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞായറാഴ്ച ദിവസം വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച തിയേറ്ററോടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ഭീഷ്മർ എന്ന് പറയുന്ന സിനിമ. ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഭീഷ്മർ എന്ന് പറയുന്ന സിനിമ. വിഷ്ണു ഉണ്ണികൃഷ്ണനും ദി ഈസ്റ്റ് കോസ്റ്റ് വിജയനും കള്ളനും ഭഗവതിയും എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒന്നിക്കുന്നതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രത്തിന് മികച്ച റെസ്പോൺസുകൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ അടിപതറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 50 ലക്ഷത്തിന് താഴെയുള്ള ഒരു തുക മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ 2026 ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങൾ ഒന്നായിരുന്നു ദുരന്തർ 2 എന്ന് പറയുന്ന സിനിമ. രൺവീർ സിംഗിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആദിത്യധർ അണിയിച്ചൊരുക്കിയ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിലും ലോകം മുഴുവനും തരംഗമായിട്ട് മാറുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 550 കോടി രൂപ സ്വന്തമാക്കിയപ്പോൾ 4-ാം ദിനമായിട്ടുള്ള ഞായറാഴ്ച ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 107 കോടി ചിത്രം പിന്നിട്ടിട്ടുണ്ട്. ഇന്നും ചിത്രം ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 150 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയ ആദ്യ വീക്കെൻഡിൽ തന്നെ ചിത്രം 700 കോടി പിന്നിടുകയും ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളൊന്നായിട്ട് ചിത്രം മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഈ ആഴ്ച തിയേറ്ററോടെത്തിയ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിരുന്നു ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറയുന്ന സിനിമ. പവൻ കല്യാണിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഹരീഷ് ശങ്കർ അണിയിച്ചൊരുക്കിയ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യ ദിവസം 40 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം പിന്നീട് അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ അടിപതറുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 71 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന് 4-ാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച ദിവസം ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 10 കോടിക്ക് താഴെയുള്ളൊരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയാണ് ഈ ഒരു പവൻ കല്യാൺ ചിത്രം. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററുകളിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നല്ലോ ആട് 3 എന്ന് പറയുന്ന സിനിമ. ജയസൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി മുന്നേറുകയാണ്. പ്രത്യേകിച്ച് കേരള ബോക്സ് ഓഫീസിൽ വൻ തരംഗമാണ് ചിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 60 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയതായിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ അപ്ഡേറ്റ്സുകൾ വഴി അറിയാൻ സാധിക്കുന്നത്. വമ്പൻ താരനിരയിലായിരുന്നു ആട് 3 ഒരുങ്ങിയിട്ടുണ്ടെന്ന്. ആട് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഭാഗത്തിന് വളരെയധികം ഫാൻ ബേസും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഒഫീഷ്യലായിട്ട് പുറത്തുവരുമ്പോൾ 66 കോടി 15 ലക്ഷം രൂപയോളം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ 4-ാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 8 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കുമ്പോൾ ചിത്രം ആദ്യ വീക്കെൻഡിൽ തന്നെ 80 കോടി പിന്നിടുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണോ അതിവേഗത്തിൽ 100 കോടി നേടാൻ പോകുന്ന മറ്റൊരു മലയാള ചിത്രമായിട്ട് ആട് 3 മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു യൂത്ത് എന്ന് പറയുന്ന സിനിമ. കെൻ കിരണദാസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. അദ്ദേഹം തന്നെ നായകനെത്തിയ ചിത്രമായിരുന്നു യൂത്ത് എന്ന് പറയുന്ന സിനിമ. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം കത്തിക്കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മലയാളി സാന്നിധ്യമായിട്ട് സുരാജ് വെഞ്ഞാറമൂടും കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 17 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. 4-ാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഞായറാഴ്ച ഏകദേശം തമിഴ്നാട് ബോക്സ് ഓഫീസിന് 5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നതെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് മലയാള സിനിമ തമിഴ് സിനിമ കണ്ട എക്കാലത്തെയും വലിയൊരു വിജയത്തോട്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഈ ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റിലുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അവിടെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.